ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്നലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്ന ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഈ സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണം അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണെന്നുള്ള പുതിയ വിവരമാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് കൂടി എത്തുകയാണ്. കാരണം ഇന്നലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ്, അതായത് PS പ്രശാന്തിലേക്ക് കൂടി ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യും. അത് ആ അറസ്റ്റ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകുമെന്നുള്ളതാണ് സൂചന. പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടൻ തന്നെ നടപടിക്ക് സാധ്യതയുണ്ട്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നലെ വന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ വളരെ പെട്ടെന്നുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പം R അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇത്രയും ദിവസം നമ്മൾ ചോദിച്ചൊരു കാര്യം, ഇത്രയായി സ്വർണം മോഷണം പോയിട്ടുണ്ടെന്ന കാര്യം വ്യക്തമായി, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു പേരിൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ് അനന്ത സുബ്രഹ്മണ്യം, അവിടെ വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ദേവസ്വം വിജിലൻസിന്റെ ആ റിപ്പോർട്ടിൽ കൃത്യമായി പേരുകൾ, ഉദ്യോഗസ്ഥരുടെ പേരുകൾ, അവരെന്ത് ചെയ്തു, അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി വരണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരാരി ബാബുവിന്റെ പങ്കൊക്കെ വ്യക്തമാണ്. ഇനിയും എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? ഇനി കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള സൂചനയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവ് കൊണ്ട് മനസ്സിലാക്കുന്നത്. കാരണം ആ ഹൈക്കോടതി ഉത്തരവിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഇതുവരെ 2 ആഴ്ച കൊണ്ട് SIT അന്വേഷിച്ച അന്വേഷണ പുരോഗതി രഹസ്യ റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ രഹസ്യ റിപ്പോർട്ട് പഠിച്ച ശേഷമാണ് ഹൈക്കോടതി ഇന്നലെ ഒരു ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ ഒറ്റ കാര്യമുള്ളൂ: 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയാണ്, 2025 നടന്നത് സ്വർണ്ണക്കൊള്ള, 2019 കൊള്ള മറയ്ക്കാനുള്ള തിടുക്കത്തിലുള്ള നീക്കമാണ്. അതല്ലാതെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി നടത്തുക എന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ നിലപാടല്ല ഹൈക്കോടതി അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ 2019 സ്വർണ്ണക്കൊള്ളയും 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ബോർഡല്ല 2025 അപ്പോൾ 2025 ഇത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള നീക്കം നടത്താനുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ബോർഡ് പ്രസിഡന്റാണ്. അത് പുതിയ ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ ആ ബോർഡ് പ്രസിഡന്റിന് മുകളിൽ, അതിനും മുകളിലുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ലാർജർ കോൺസ്പിറസി എന്ന് പറയുന്നത്. അത് അന്വേഷിക്കാനാണ് പ്രത്യേക ഉത്തരവിട്ട് കൊടുത്തത്. അത് SIT നടത്തിയ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കാവുന്ന വിവരങ്ങളൊക്കെ അവർക്ക് ലഭിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നശിപ്പിച്ചു, സ്വർണം തട്ടിയെടുത്തു എന്നുള്ളൊരു നിലപാടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത്. അതല്ല എന്നുള്ളൊരു നിലപാടിലാണ് SITയും നേരത്തെ ദേവസ്വം വിജിലൻസും ഉള്ളത്. അപ്പോൾ ഇനി ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ ആസൂത്രകരായി പ്രവർത്തിച്ചത് എന്നുള്ള സ്റ്റേജിലേക്കാണ് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും മുരാരി ബാബുവാണ് അതിലെ 2ാം പ്രതി. മുരാരി ബാബുവിനും തുടർന്നുള്ള പ്രതികളായിട്ടുള്ള ഉദ്യോഗസ്ഥരും ചെയ്ത കാര്യങ്ങളൊക്കെ സോളിഡ് എവിഡൻസ് ആയിട്ട് അവിടെ ഉണ്ട്. അവർ നൽകിയ ഉത്തരവും അവരുടെ തീരുമാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അത് ബോർഡിലേക്ക് പോകും. ബോർഡിലേക്ക് പോയാൽ അന്വേഷണം ദേവസ്വം വകുപ്പിലേക്ക് പോകും. പിന്നീട് മുകളിലേക്ക് ആളുണ്ടോ എന്നുള്ളതും, അത് ബിഗ് ബോസുകൾ ഉണ്ടോ എന്നുള്ളതും, പിന്നീട് പുറത്ത് ഇതേപോലെ സ്വാധീനശേഷിയുള്ള വലിയ തോക്കുകളുണ്ടോ, സ്രാവുകളുണ്ടോ എന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായി ഇന്നലെ അടച്ചിട്ട മുറിയിൽ അതിനുള്ള ഒരു പ്രതിരോധ കവചമാണ് SIT നേടിയെടുത്തത്. അതാണ് ആ ഉത്തരവ് ഹൈക്കോടതിയുടെ. ഒന്നും ആലോചിക്കേണ്ട, എവിടം വരെ നിങ്ങൾക്ക് പോകാമോ, ആരൊക്കെയുണ്ട്, അതാണ് ഹൈറാർക്കി നോക്കാതെ നിങ്ങൾ അന്വേഷിച്ച് ഗൂഢാലോചന കണ്ടെത്തണം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് കൃത്യമായി ശബരിമല നടന്നത് ദ്വാരപാലക ശില്പങ്ങളടക്കം സ്വർണം തട്ടിക്കൊണ്ടുപോയതാണ്. ആ തട്ടിക്കൊണ്ടുപോകൽ ഇപ്പോഴും അത് 1.5 കിലോ സ്വർണത്തിന് വേണ്ടിയാണ് എന്ന് ഹൈക്കോടതിയും SITയും വിശ്വസിക്കുന്നില്ല. അതിനപ്പുറം ഇപ്പോഴും ആ ഒറിജിനൽ പാളി, അതിനകത്ത് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിൽ പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്, തിരിച്ചു വന്നത് 2019 തിരിച്ചു വന്നത് യഥാർത്ഥ പാളിയല്ല എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് വേറെ എന്തോ ആവശ്യത്തിനുള്ള ഒരു കൊള്ളയായിരുന്നു. അത് മറയ്ക്കേണ്ട ആവശ്യം 2025 ഉണ്ടായിരുന്നു. അതിന് ആ ബോർഡ് കൂടി നേതൃത്വം നൽകുമ്പോൾ 2019 ബോർഡിന് മുകളിലുള്ളവരാണ് ആസൂത്രണം ചെയ്തത്. അതേ ആൾക്കാർ അവിടെയുണ്ട്. അതേ ആൾക്കാർക്ക് ബോർഡിൽ ഇപ്പോഴും സ്വാധീനമുണ്ട്. 2025 ബോർഡിനെയും സ്വാധീനിച്ച് ആ കൊള്ള ഒതുക്കാനുള്ള ശേഷിയുള്ളവരാണ്. അപ്പോൾ അവരിലേക്ക് അന്വേഷണം പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം SIT എടുത്തിരിക്കുന്നത്: മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുക. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ എപ്പോൾ വേണമെങ്കിലും ആ അറസ്റ്റ് സംഭവിക്കാം. ഇതിലിപ്പം പ്രശാന്തിന് ഓർമ്മയുണ്ടാവും. പ്രശാന്ത്, എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടപ്പം 2 പ്രശാന്തുമാരും തമ്മിൽ ഏകദേശം ഒരു വാക്പോരിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു. അപ്പൊ അതിനു മുൻപൊക്കെ PS പ്രശാന്ത് പറഞ്ഞൊരു കാര്യം, 2019 ബോർഡാണ്, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം, എന്നിട്ട് അതിലേക്ക് വരാം. PS പ്രശാന്തിന്റെ ആ പ്രതികരണം ഒന്ന് കേട്ട് വരാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിടേണ്ടതെന്നല്ല പ്രശ്നം. പുള്ളി പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് പറഞ്ഞത്. സ്മാർട്ട് ക്രിയേഷനിൽ ഈ പ്ലേറ്റിങ്ങിന് ഒരു ആധികാരികതയില്ല എന്ന പുള്ളിയുടെ ഒരു തെറ്റായ ധാരണയായിരുന്നു.
പിന്നീട് സ്മാർട്ട് ക്രിയേഷനുമായും പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും പുള്ളി ബന്ധപ്പെട്ടൊന്നും എനിക്കറിയില്ല. സ്മാർട്ട് ക്രിയേഷനുമായും ബന്ധപ്പെട്ടപ്പോൾ അത് മാറി. കാരണം മറ്റെവിടെയെങ്കിലും പ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനം അവിടെ പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു പുള്ളി അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് അവിടെ പ്ലേറ്റ് ചെയ്ത സാധനമാണിത്, അതുകൊണ്ട് അവിടെ പ്ലേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്ന് പിന്നീട് പുള്ളിക്ക് മനസ്സിലാവുകയും പുള്ളി അത് തിരുത്തുകയും ചെയ്തു. സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ട് പറ്റിയതാണ്? അല്ല, അത് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ തിരുവനന്തപുരം കമ്മീഷണർ വിഷയം തന്നിട്ടുള്ളൂ, അദ്ദേഹം അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം ഇത് PS പ്രശാന്ത് കൃഷ്ണയോട് സംസാരിച്ചപ്പോൾ ആ പ്രതികരണമാണ്. അപ്പം ഇത്രയും കാലം PS പ്രശാന്ത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നിലവിലെ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ അധ്യക്ഷനോ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ മറച്ചു വെക്കാനോ ഇല്ല. കാരണം ഇത് 2019 നടന്ന ഒരു സംഭവമാണ്. ഏത് രീതിയിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. പ്രശാന്ത്, ഇന്നലെ ഹൈക്കോടതി കൃത്യമായി അടിവരയിട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ല, 2025 നടന്നത് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസ്, വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി, അതൊക്കെ 2019 നടന്ന സ്വർണ്ണക്കൊള്ളയെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളത്. അപ്പം ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തതിന് കാരണം ഒരു വാറണ്ടിയെ പറ്റിയാണ് പറയുന്നത്. ഈ വാറണ്ടിയുടെ പേപ്പർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ ആ വാറണ്ടി പേപ്പർ? ഇല്ലല്ലോ. ഈ വാറണ്ടിയുടെ പേപ്പർ പുറത്തു വന്നാലും ഇല്ലെങ്കിലും കോടതി അത് ആ നിലയ്ക്ക് കാണുന്നില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നത്. കോടതി സംശയിക്കുന്നതൊന്നുമല്ല. ഇപ്പം ഈ 2019 നടന്ന കൊള്ള, ഈ ബോർഡ് ഒരു കണ്ടിന്യൂസ് ഭരണസമിതിയാണ്. ഇപ്പോൾ ഒരു ആളുകൾ മാറുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ 19 നടന്ന ദ്വാരപാലക ശില്പത്തിന്റെ പാളി കടത്തിയ അതേ കൊള്ളയുടെ ഒരു കണ്ടിന്യൂഷൻ നടന്നു എന്ന ഗൗരവതരമായ വിഷയമാണ് കോടതി കാണുന്നത്. അതിന് പ്രധാനം ഈ സ്മാർട്ട് ക്രിയേഷനിൽ ഇതിന് വേണ്ട സാങ്കേതിക വിദ്യയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, അവിടെ ഇനി അയക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നീട് എന്തുകൊണ്ട് ടെൻഡറിലേക്ക് പോയില്ല, അല്ലെങ്കിൽ വിദഗ്ധരുടെ ഉപദേശം തേടിയില്ല? ഇതൊന്നും ചെയ്യാതെ ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് അത് വേണ്ട, സ്മാർട്ട് ക്രിയേഷനിൽ തന്നെ അയക്കണം എന്ന നിർദ്ദേശം എടുത്തതാണ് ഈ ബോർഡിനെ 19 കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകുന്ന ഘടകമാക്കിയത്. പിന്നെ അത് കൂടുതൽ കോടതി ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത്തവണ ഈ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഈ നടപടി ഉണ്ടല്ലോ, ഇത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നത് ബോധപൂർവമാണ്. അതായത് 19 നടന്ന കൊള്ള പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഏക വീഴ്ച അത് മാത്രമാണെന്ന് പറഞ്ഞ് അതെ. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിനി പിടിച്ചു നിൽക്കാനേ കഴിയില്ല. മാത്രമല്ല, ഇത് ഏറ്റവും ഇപ്പോൾ വലിയൊരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണറാണല്ലോ ഇതിനകത്ത് നിർണായക റോൾ വെച്ചത്. അപ്പോൾ തിരുവാഭരണം കമ്മീഷണർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇത്തവണ 19 ആവർത്തിക്കും എന്ന് നമ്മൾ അന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തെല്ലാമാണ് വികാരവിക്ഷോഭത്തോടെ പെരുമാറിയെന്ന് നമുക്കറിയാം. ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്, ആ അന്വേഷണ റിപ്പോർട്ടിലെ ഒരു പാരഗ്രാഫ്, ആ പ്രധാനപ്പെട്ട പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ ബ്രേക്ക് കൊടുത്തു. ദേവസ്വം ബോർഡ് PS പ്രശാന്തും സംശയ നിഴലിലെന്നാണ് അന്ന് ആ ഒരു വാർത്തയാണ്. അത് മാതൃഭൂമിയിലേക്ക് വിളിച്ച് പരാതി പറഞ്ഞു PS പ്രശാന്ത്. അങ്ങനെയല്ല അത് കണ്ടെത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥ രേഖ വിജിലൻസ് പഠിച്ചിട്ടില്ലെന്നാ. അത് നമുക്കറിയില്ലല്ലോ, പഠിച്ചോ ഇല്ലെന്ന്. അവര് പഠിച്ചിട്ട് പറഞ്ഞ റിപ്പോർട്ടാണ് നമ്മുടെ ഉള്ളത്. എന്നിട്ട് അന്ന് നമ്മൾ സംശയനിഴൽ എന്ന് പറഞ്ഞത് ഹൈക്കോടതി അടിവരയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഉത്തരവ്. തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹത്തിന്റെ ബോധ്യമാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്, അവർക്ക് ആ സാങ്കേതിക വിദ്യയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് പിന്നീട് തിരുത്തുകയാണ് ചെയ്തതെന്നാണ് PS പ്രശാന്ത് പറയുന്നത്. തിരുത്തിയ കാര്യം ദേവസ്വം വിജിലൻസ് മുൻപാകെ വരണ്ടേ, അത് ആ റിപ്പോർട്ടിൽ വരണ്ടേ? അതൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഇത് വന്നതോടെ പൊളിഞ്ഞു പോയത്. അതുപോലെ ഈ 2025 നടന്നത് കൃത്യമായിട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് SITയും കണ്ടെത്തിയിട്ടുണ്ട്. അത് കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിക്കാണല്ലോ. 2024 കത്തിടപാട് മുരാരിബാബു തുടങ്ങി വെച്ചിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസുമായി. അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരും ഇടപാടുകളിലെല്ലാം ഉണ്ട്. 2025 ഇത് വരുമ്പം അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ രജിലാൽ കത്തെഴുതുന്നത്, ഇത് നേരത്തെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഒരിക്കൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത കോപ്പർ പിന്നീട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല, അതുകൊണ്ട് അവരുടെ കൊടുക്കണ്ട, നമുക്ക് പരമ്പരാഗത രീതി ചെയ്താൽ മതി എന്നുള്ളത്. ഉടനെ ഇതിനകത്ത് ഇടപെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡയറക്റ്റ് തിരുവാഭരണ കമ്മീഷണറെ വിളിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ എനിക്കറിയാതെ ചെയ്യാൻ പറ്റും, മാത്രമല്ല എനിക്ക് വാറണ്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ പാളി ഇരിപ്പുണ്ടെന്ന് പറയുന്നത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല അപ്പൊ ഞാനിതൊരു സംശയം, ഞാൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് ചോദിച്ചു. ഇങ്ങനെ ഇപ്പോൾ 98 ഉണ്ടാക്കിയ കോപ്പർ ആയിരുന്നല്ലോ, മറ്റേ ഇലക്ട്രോപ്ലേറ്റ് ക്ലാഡ് ചെയ്ത ഗോൾഡ് ക്ലാഡ് ഉള്ള കോപ്പറാണല്ലോ എടുത്തുകൊണ്ട് പോയത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ അതിന് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട് ചിത്രം. ഞങ്ങൾ ശബരിമല ചെറുപ്പം മുതലേ പോകുന്നതാണ്. ഈ 98 മുൻപ് ദ്വാരപാലക ശില്പങ്ങളിൽ ഒരു ക്ലാഡിങ്ങും ഇല്ല, ഒരു ആഭരണവും ഇല്ല അവിടെ. അത് പ്ലെയിനായിട്ടിരിക്കുകയാണ്, നഗ്നമായിട്ടിരിക്കുകയാണ്.
അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു രണ്ടാമതൊരു കോപ്പർ ഇതുപോലെ കവചം ഉണ്ടാകാൻ സാധ്യത? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ അവർ പറഞ്ഞത് 98-ൽ ഈ കോപ്പർ പ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മോൾഡ് മിക്കവാറും സ്ട്രോങ് റൂമിൽ കാണും. അപ്പോൾ ഇതായിരിക്കും ഇയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാളത് അറിയാം. അയാൾ സ്ട്രോങ് റൂമിൽ കയറി മുഴുവൻ സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ മോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാതെ തന്നെ കള്ളം വെളിച്ചത്, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ നിറമൊക്കെ പോയല്ലോ, അപ്പോൾ ഇത് വരവാന്നുള്ളത്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത് പുറത്തറിയും. അതിനു മുമ്പ് സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന മോൾഡ് കൊണ്ടുപോയി ഒറിജിനൽ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇത് പതുക്കെ ആരും അറിയാതെ മാറ്റാം എന്നൊക്കെയുള്ള ആസൂത്രണമായിരിക്കും അവർ നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഇയാൾക്ക് ഇത് അറിയാം, സ്ട്രോങ് റൂമിൽ എന്തിരിക്കുന്നു എന്നുള്ളത് അറിയാമെന്നുള്ളത് ഭയാനകമായ കാര്യമാണ്. പ്രശാന്ത് സംസാരിച്ചപ്പോഴുള്ള പ്രതികരണത്തിൽ ഒരു ഭാഗം കേട്ടില്ലേ? അതായത് ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ പോയത് തിരുവാഭരണ കമ്മീഷണർ വീഴ്ചയാണ്, അതിന് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നാണ്. ഇത് അപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് ഈ നടപടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവർ പ്രതിസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ തിരുവാഭരണ കമ്മീഷണറുടെ തലയിൽ വെച്ച് ഊരാനുള്ള ഒരു ശ്രമം. പക്ഷേ അത് നടക്കില്ല. കാരണം കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് തിരുവാഭരണ കമ്മീഷണർ കൊടുത്ത കത്താണ്. ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ഇതിനകത്ത് ഈ റജിലാലിന്റെ ഇടപെടൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുമാത്രം അമർഷം ഉണ്ടാക്കി എന്നുള്ളത്. അയാൾ അങ്ങ് രോഷാകുലനാവുകയാണ് ചില കത്തുകളിൽ. കാരണം പിന്നെ അവസാനം ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊടുത്തുവിടാൻ പറയുമ്പം റജിലാൽ വീണ്ടും കത്തെഴുതുന്നുണ്ട്, ഇത് ഗോൾഡ് പ്ലേറ്റഡ് കോപ്പറാണ്. പക്ഷേ ഈ ഇടപാടിൽ മുരാരി ബാബുവിന്റെ കത്തിടപാടുകൾ നോക്കണം, വെറും കോപ്പറാണ്. അതായത് 2019 ഗോൾഡ് ചെയ്തിട്ടും വീണ്ടും മുരാരി ബാബുവിന് അത് കോപ്പറാണ്. പക്ഷെ റജിലാലിന് അത് ഗോൾഡ് പ്ലേറ്റഡ് കോപ്പറാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ജാഗ്രതയോടെ കൊടുത്തുവിടണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് വീണ്ടും ദേവസ്വം ബോർഡിന് അയക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൈസ കൊടുക്കില്ല, ഒറ്റയ്ക്ക് തന്നുപോലെ ഞാൻ കൊണ്ടുപോകും, കൂടെ ദേവസ്വം ബോർഡിന്റെ ഒരാൾ വന്നാൽ ഞാൻ ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഇത് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് ഹൈദരാബാദിൽ കൊണ്ടുവന്ന് 2025 എന്താണോ ചെയ്തത്, 2019 എന്താണോ ചെയ്തത്, അതുപോലെ ഇയാൾക്ക് ഒരു അനന്തസുബ്രഹ്മണ്യത്തെ വിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോയി ബാംഗ്ലൂർ കൊണ്ടുപോയി ഹൈദരാബാദ് കൊണ്ടുപോയി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി സകല വീട്ടിലും സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ ഇത്തവണ കൊടുത്തുവിട്ടതിൽ അല്ലെങ്കിൽ കൊണ്ടുപോയതിൽ ഏക ദേവസ്വം ബോർഡിന്റെ പിടിവള്ളി എന്നത് ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ 19 ചെയ്തവരെ കൊടുത്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് മാത്രം ഒരർത്ഥവുമില്ല. കോടതി അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇത്തവണ ഈ നീക്കങ്ങളെല്ലാം നടന്നു. അതായത് ഇത്തവണ ഒരു അറ്റകുറ്റപ്പണി നടത്തേണ്ട കാര്യം പോലും മാത്രമല്ല അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഏതാണ്ട് ഇത്തിരി 200 ഗ്രാമോ 150 ഗ്രാമോ കൂടുതൽ ഗോൾഡും കൂടി. അത് തിരിച്ചു വന്നപ്പം കുറച്ചും കൂടി നിറവുണ്ടായി, കുറച്ചും കൂടെ ഗുണമുണ്ടായി, കൂടെ ആള് പോയതുണ്ട്. ഏതായാലും ഒരു കാര്യം, 12-ാം തീയതി നമ്മൾ ഈ വാർത്ത വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ ഈ ബോർഡ് പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലാണെന്ന് നമ്മൾ പറഞ്ഞത് ഇന്നലെ ഹൈക്കോടതിയിൽ വന്നതോടെ ശരിയാണ് ഉണ്ടായത്. ശരി. അപ്പോൾ എന്തായാലും ഇത്രയും ദിവസം മാതൃഭൂമി ന്യൂസാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോടതി കൂടി അത് അടിവരയിടുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായിച്ച കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും എന്തായാലും പിടിയിലാകും എന്നുള്ളതാണ്. ഇനി നമുക്ക് അപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഈ സ്വർണം എവിടെ, മുതൽ എവിടെ എന്നുള്ള കാര്യമുണ്ട്. അയ്യന്റെ മുതൽ കണ്ടെടുക്കേണ്ടത് കൂടിയുണ്ട്.